ഇടിവെട്ട് കാലാവസ്ഥ. പക്ഷെ വിദേശി കിട്ടാൻ പാടായിരിക്കും. സാരമില്ല, സ്വദേശിയും വെടിയിറച്ചും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ നീ ഇതിനാണ് ഇവിടെ വന്നത്? പട്ടാപ്പകല് പന്തം പുറത്തുള്ള കിടന്നു. ഡാ, നമ്മളിവിടെ വന്നിറങ്ങിയ വിവരം അമൃതയുടെ വീട്ടുകാർ അറിഞ്ഞെന്നാ തോന്നുന്നത്. നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങോട്ട് നോക്കി. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട, നമുക്ക് ആഞ്ഞു വിടാവാ. ചേട്ടാ, എന്താ പ്രശ്നം? അതാ വീട്ടിലെ ചെറുക്കൻ ആ ഗോവിന്ദ നായ്ക്കർ ജോലി കൊടുത്തിരുന്നു. ചെറുക്കൻ കയറി നായ്ക്കരുടെ മോളെ അങ്ങ് പ്രേമിച്ചു. നായ്ക്കര് പരാതി പറഞ്ഞത് നമ്മുടെ ദേവേന്ദ്ര പട്ടേലരോട്. പട്ടേലര് ചെറുക്കന്റെ ബന്ധുക്കളെ വീടാൻ കത്തിക്കാൻ പറഞ്ഞു. വേറെ ഒരു കുഴപ്പമില്ല. ഞാനും ചെന്നൊരു കഴുക്കോല്ലെങ്കിലും ദിവ്യക്കെട്ട്. പട്ടേലര് പറഞ്ഞത് രീതിയില്ലെങ്കിൽ മോശമായി. എടാ, ഇത് സ്വർഗപുരമല്ല, നരകപുരം. നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകാനല്ലല്ലോ നമ്മളിവിടെ വന്നത്. എടാ, നിനക്ക് ഈ ദേവേന്ദ്ര പട്ടേലർ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. നമ്മുടെ അച്ഛൻ. എങ്കിൽ തിരിച്ചു പോകേണ്ടി വരൂല. പട്ടേലരുടെ വീട്ടിൽ എന്തിനാ പട്ടി? നിങ്ങൾ വാ. ആരാ ഇവര്? അയ്യായെ കാണാൻ. എന്താ ഗോവിന്ദ, എന്താ കാര്യം? ഞങ്ങള് ഡൽഹിന്ന് വരിക. അവിടെ ഒരു ചാനലിൽ വർക്ക് ചെയ്യാ. ഇവിടെ 6-7 കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയയിൽ കഴിയുന്ന ട്രൈബൽസിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി എടുക്കാനാ ഞങ്ങൾ വന്നത്. ഇത് മാത്തൻ, ക്യാമറാമാനാ. ഞാൻ ശ്രീനാഥ്, ഡയറക്ടർ. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് താമസിക്കാൻ ഒരു ലോഡ്ജ് പോലും ഇല്ലെന്ന്. നമ്മുടെ തെക്കുപുറത്ത് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്ന കുട്ടികളാ. വീട് സാറിന്റെ ആണെന്ന് അറിഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് അത് വാടകയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞങ്ങൾ വന്ന കാര്യം നടക്കുന്നവരെ മതി. ഡോക്യുമെന്ററി ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കാറില്ല. വേണ്ട, വാടകയ്ക്ക് കൊടുക്കണ്ട. സാറ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നാ മതി. എന്താ ഇവൻ പറയുന്ന കാര്യമാക്കണ്ട. വാടക എത്ര വേണേലും തരാം. ഡോക്യുമെന്ററി എടുക്കാതെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാ. ഗോവിന്ദ, എന്തോ? ഞാൻ ഒരു കാര്യം ഒരു തവണയെ പറയാറുള്ളൂ എന്ന് അവരോടൊന്ന് പറഞ്ഞേക്ക്. മനസ്സിലായില്ലേ? വേഗം സ്ഥലം വിടുകയെന്ന്. ചെല്ലിയല്ലേ? സ്ഥലം വിടുകയെന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെയല്ല പോണത്. ഇനി നിന്നിട്ട് കാര്യമില്ല. വാ വാ പോകാ. ഡോക്യുമെന്ററി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ താൻ ആ വീട്ടിലെ കാര്യസ്ഥനാണ്. വീട് വാടക തരാൻ കാശ് എണ്ണി വാങ്ങിച്ചിട്ട്? അയ്യോടാ, നിങ്ങളെ കണ്ടപ്പോ തന്നെ അങ്ങേർക്ക് ഇഷ്ടപ്പെടാൻ പോയത് എന്റെ കുഴപ്പമാണ്. കണാ ഗുണാ പറയാതെ കാശിങ് എടുത്തേ. നീ വലിയ അയ്യോ ഗോവിന്ദേട്ടാ, ഇവനെങ്ങനെ പലതും പറയും. ഗോവിന്ദേട്ടൻ കാശൊന്നും തരണ്ട. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വീടൊന്ന് ശരിയാക്കി തന്നാ മതി. നീ അവനെ പോലല്ല, നിനക്ക് വിവരമുണ്ട്. ഞാനും നോക്കട്ടെ. നിങ്ങൾ വാ. വിശന്നിട്ട് വയറ്റിലെ കൊടലുകളിൽ രാമായണം വായിക്കണം. എന്നാൽ ഇങ്ങനെ ഒരു നാട്. കേറിക്കിടക്കാൻ ലോഡ്ജില്ല, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലില്ല. നീ ഇതൊന്നും കേൾക്കണില്ലേ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ വല്ല പശുത്തൊഴുത്തിൽ നുഴഞ്ഞു കയറും. പശുത്തൊഴുത്തിൽ നുഴഞ്ഞു കയറാൻ നീ എന്താ കാളയാ? എടാ, അവിടെ വല്ല പിണ്ണാക്കെങ്കിലും കിട്ടും. അത്രക്ക് വിശക്കണ്ടാ. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താ? ഓഹോ, ഇപ്പൊ തന്നെ അമൃതയെ അടിച്ചു മാറ്റി നമ്മളെ സ്ഥലം വിടാൻ പോവുകയാണല്ലേ? എടാ പോട്ടാ, എങ്ങനെയെങ്കിലും അമൃതയൊന്ന് കണ്ടിരുന്നെങ്കിൽ അല്പം ഭക്ഷണമെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കായിരുന്നു.
ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ വിശന്ന വയറും വെച്ച് മതിലേക്ക് ഇതൊരു ശീലമാക്കണ്ട. എന്താ ആ ശബ്ദം? വല്ല കള്ളന്മാരെ മറ്റോ ആണോ? നീ ചെന്നാ പട്ടി തുറന്നുവിടെ. ഇതിലേതായിരിക്കും അമൃതയുടെ മുറി? വിളിച്ചു ചോദിച്ചാലോ? നല്ല ബുദ്ധി. ഇതാണ് നമ്മൾ കള്ളന്മാരെ കാര്യത്തിൽ യാതൊരു ഭാവിയില്ല. ഒരു പാത്രം എടുത്തിറങ്ങി പശുവിനെങ്കിലും കറന്നുകൊണ്ട് പോവാമായിരുന്നൂടാ. പശു കേട്ടു വിട്ടോടാ. ഈ രാത്രിയിൽ നിങ്ങൾ എന്തിനാ ഈ പറമ്പിൽ കടന്നത്? വിശന്നിട്ടാ. വിശന്നിട്ടോ? ഈ നാട്ടിലൊരു ഹോട്ടൽ പോലും ഇല്ലാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. വിശന്ന് വയറിന്റെ ഇടപാട് തീർന്നു. അപ്പൊ വെല്ലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ ഇങ്ങോട്ട് കയറിയത്. അതിന് മതിൽ ചാടണോ? ഗേറ്റ് ചാടണ്ടെന്ന് കരുതി ആ മതിലേ അടിയത്. ഏതായാലും ഈ നാട്ടിൽ വന്നിട്ട് ആരും പട്ടിണി കിടന്ന് മരിക്കണ്ട. ഭാനു, ഇവർക്ക് കഴിക്കാൻ എന്താ ഉള്ളതെന്ന് വെച്ചാ കൊടുത്തേക്ക്. ഇവിടെ അല്ല, പുറകില്. ഞാൻ പറഞ്ഞില്ലേ പറയില്ലാണ്. നിങ്ങളൊക്കെ കഴിച്ചോ ആവോ? കഴിച്ചു. നിങ്ങൾ ഇട്ടേരി, അത് കിട്ടേരി. പായസം. അയ്യോ ഇല്ല. മതിലാടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പായസം ഉണ്ടാവില്ലെന്ന്. ഇപ്പൊ പപ്പടം കഴിക്കേ, പായസം പിന്നെ കഴിക്കാം. കഴിക്കേ. ഒത്തിടിയെന്ന്. അതെന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. നാളെ വിളിക്കൂ. ശരി. അച്ഛാ, ഈ മുറ്റത്ത് വന്ന് സഹായം ചോദിക്കുന്നവരെ അച്ഛൻ വെറും കൈയോടെ മടക്കി അയക്കാറില്ലല്ലോ. മാത്രമല്ല, അന്യനാട്ടീന്ന്, അത് വളരെ ദൂരേന്ന് വന്നവരല്ലേ. അവർക്ക് താമസ സൗകര്യം കൊടുത്തൂടെ? അച്ഛൻ സഹായിച്ചില്ലെങ്കിൽ ഇവിടെ ആരാ അവരെ സഹായിക്കാൻ? ആ തേങ്ങാപ്പുരം നിങ്ങൾ താമസത്തിന് എടുത്തോളൂ. താക്കോൽ ഗോവിന്ദന്റെ കയ്യിലുണ്ട്. വാടകയൊന്നും വേണ്ട. ശരി. പിന്നെ സിറ്റിയിലെ ചെറുപ്പക്കാരുടെ തോന്നിയാസം വല്ലതും ഇവിടെ എടുത്താൽ അത് ഞങ്ങൾ ഇവിടെ എടുക്കൂല. ചെല്ല്. അത് പിന്നെ നമ്മൾ എവിടെ എടുക്കും? ഞങ്ങളൊന്ന് കോയിക്കിലേക്ക് പോയിട്ട് വരാം. നീ വണ്ടി എടുക്കും. ശരി. അയ്യാ, എന്താടാ? നമ്മുടെ ആതിരക്കുഞ്ഞ് പ്രസവിച്ചു. എന്ത് കുഞ്ഞാ? വസ്തുവിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീർപ്പുണ്ടാക്കണം. നീ ആ കളപ്പുരക്കിലെ ശശിയോട് വൈകിട്ട് തന്നെ എന്നെ വന്നൊന്ന് കാണാൻ പറ. അയ്യാ, അത് ഓടാ. നിന്റെ ചേച്ചി ചെയ്ത തെറ്റ് അച്ഛൻ ഒരിക്കലും പൊറുക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയാമല്ലോ. പക്ഷെ അതൊന്നും ഓർത്ത് എൻ്റെ മോള് വിഷമിക്കണ്ട. നിനക്ക് ചേച്ചിയും കുഞ്ഞിനെയും കാണണമെന്നുണ്ടോ? പോയി കണ്ടോളൂ. പക്ഷേ ആരും അറിയരുത്. വേണ്ടച്ച, അച്ഛന് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല. അല്ല, ഇത് ആര്? ശ്രീനാഥ് ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിലും പിടിക്കപ്പെട്ടാൽ
ആകെ കുഴപ്പമാണെന്ന് അറിയാമെങ്കിലും ഈ വരവ് അതെനിക്കിഷ്ടമായി ഒരുപാട്. അതുകൊണ്ട് കൂടിയ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയണേ. എനിക്കൊരു ചേച്ചിയുണ്ട്, ആതിര. കുട്ടിക്കാലത്ത് അച്ഛൻ എന്നേക്കാൾ ഇഷ്ടം ചേച്ചിയോടാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യം അച്ഛാന്ന് വിളിച്ച മോളെന്ന പരിഗണന ഉണ്ടാവാം. ചേച്ചിക്കും ഏറ്റവും അറ്റാച്ച്മെന്റ് അച്ഛനോടായിരുന്നു എന്ന് തോന്നുന്നു. ഈ നാട് മുഴുവൻ വിളിച്ച് ചേച്ചിയുടെ കല്യാണം നടത്തുകയായിരുന്നു അച്ഛൻ്റെ സ്വപ്നം. അതിന് മനസ്സുകൊണ്ട് അച്ഛൻ ഒരുങ്ങുമ്പോഴാണ് ചേച്ചിയെ കാണാതായത്. ദിവസങ്ങളോളം അച്ഛൻ ഉണ്ടില്ല, ഉറങ്ങിയില്ല. ഒടുവിൽ ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളുടെ ഫാക്ടറിയിലെ ഒരു ജോലിക്കാരൻ്റെ കൂടെ ആതിര ചേച്ചി ഒളിച്ചോടിയതാ അടുത്ത ഗ്രാമത്തിലേക്ക്. അന്നു മുതൽ അച്ഛൻ കാത്തുകാത്തിരിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. മറ്റൊന്നിനുമല്ല, എൻ്റെ കല്യാണം നടത്താൻ. അച്ഛൻ ഇഷ്ടമുള്ള വരൻ, അച്ഛൻ ആഗ്രഹിക്കും പോലെ ആർഭാടം, അതൊക്കെയാവും എൻ്റെ കല്യാണം. എൻ്റെ കല്യാണം അച്ഛന് വെറും ഒരു കല്യാണമല്ല, ചേച്ചിയോടുള്ള പ്രതികാരമാണ്. ചിലപ്പോൾ തോന്നും അച്ഛനിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഇങ്ങനൊരു പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഞാനും എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയാൽ അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അച്ഛൻ ശ്രീനാഥിനെ ബാക്കി വെച്ചേക്കില്ല. അല്ലെങ്കിൽ അച്ഛൻ്റെ എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ അടങ്ങി ആകെ തകർന്നെന്നും വരാം. ആ തകർച്ചയിൽ നിന്ന് പിന്നീട് ഒരിക്കലും അച്ഛൻ കരകയറണമെന്നുമില്ല. ദുരന്തം സംഭവിക്കുന്നത് അത് അച്ഛനായാലും ശ്രീനാഥനായാലും കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തിരിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചിട്ട് പറയാ, തിരിച്ചു പോണം. അമൃത,